പിറവി 1-ാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സാക്ഷ്യം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന സത്യം അംഗീകരിക്കുകയും 4 ആൾ കേൾക്കെ സംശയലേശമെന്നെ അത് ഏറ്റുപറയുകയും ചെയ്യുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ കണ്ണിൽ അന്ന് യേശു വെറും തച്ചൻ്റെ മകനും യോഹന്നാൻ ഏലിയായുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വലിയ പ്രവാചകനുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതിനാൽ യേശു ആരെന്ന് അവൻ തിരിച്ചറിയുന്നു. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം എല്ലാം കൃപ സ്വീകരിക്കുന്നത് എന്ന തിരിച്ചറിവ്. അത് അവനെ ഹൃദയ എളിമയിലേക്ക് നയിച്ചു. പിതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് അവൻ്റെ വാക്കുകൾ നേരിട്ട് ശ്രവിച്ചവനാണ് യേശു. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റേതാണ്. യോഹന്നാൻ 14:24. അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ അത് അനുഭവപൂർണ്ണമാവുക. യേശുവിനെക്കുറിച്ച് അങ്ങും ഇങ്ങും കേട്ട കാര്യങ്ങൾ അതേപടി പ്രഘോഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രസംഗം ഫലരഹിതമാകാത്തത്. യേശുവിന് വേണ്ടി കളം ഒഴിഞ്ഞുകൊടുത്തതുകൊണ്ട് യോഹന്നാന് ദൈവസമക്ഷം വലിയ സ്ഥാനമാണ് ലഭിച്ചത്. ദുരഭിമാനം കൊണ്ട് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി എത്ര മുന്നേറിയാലും അത് ശാശ്വതമാവില്ല. കാലാന്തരത്തിൽ തന്നെ നിറം പുറത്താകും. എത്ര ഉയരത്തിലേക്ക് പൊങ്ങിയോ അതനുസരിച്ച് ഭീകരമായ പതനമായിരിക്കും പിന്നീട് ജീവിതത്തിൽ സംഭവിക്കുക. സ്നാപക യോഹന്നാന്റെ ഹൃദയ എളിമ ലഭിക്കുന്നതിനായി ദൈവത്തിന്റെ സമാനത വകവയ്ക്കാതെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിനോട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം.